രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിർണായക നീക്കങ്ങൾക്കൊടുവിൽ മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഇഡി സോണൽ ഓഫീസിൽ ബുധനാഴ്ച രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 9 മണിക്കൂറോളം നീണ്ടുനിന്നു. ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ടോടെയാണ് വീണ ഇഡി ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയത്. ഓഫീസ് പരിസരത്ത് തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിനായി ശ്രമിച്ചുവെങ്കിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. കനത്ത സുരക്ഷാ വലയത്തിലാണ് വീണ മടങ്ങിയത്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്താൻ വീണയെ ഇനിയും വിളിപ്പിക്കുമെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്നാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി മടങ്ങുമ്പോൾ വീണയ്ക്ക് ഇഡി വീണ്ടും പുതിയ സമൻസ് നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. തുടർ നടപടികളുടെ ഭാഗമായി ആവശ്യമെങ്കിൽ മാത്രം വീണയെ വീണ്ടും വിളിപ്പിച്ചാൽ മതി എന്ന നിലപാടിലാണ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ. കേസിലെ മറ്റ് പ്രതികളുടെ മൊഴികളും സാമ്പത്തിക രേഖകളും പരിശോധിച്ച ശേഷമാകും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. ഭർത്താവ് PM മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ എത്തിയത്. കനത്ത പോലീസ് കാവലിലാണ് ഇരുവരും ഇഡി ഓഫീസിലേക്ക് പ്രവേശിച്ചത്. ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ റിയാസ് പുറത്ത് കാത്തുനിന്നു. ബ്ലാക്ക് മണി തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇഡിയുടെ നടപടി. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുമായി വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടിയായി വൻ തുക കൈപ്പറ്റിയെന്നതാണ് വീണയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണം. കമ്പനിയുടെ IT കൺസൾട്ടൻസി കരാറിന്റെ മറവിൽ നടന്നത് അനധികൃത പണമിടപാടാണെന്നാണ് ഇഡിയുടെ നിഗമനം. നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി വീണയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ അനാരോഗ്യത്തെ തുടർന്ന് ഹാജരാകുന്നതിന് സാവകാശം തേടി ഇഡിക്ക് ഇമെയിൽ അയക്കുകയായിരുന്നു വീണ ചെയ്തത്. ഈ അപേക്ഷ പരിഗണിച്ചാണ് ബുധനാഴ്ചത്തേക്ക് പുതിയ തീയതി നിശ്ചയിച്ചത്. മാസപ്പടി കേസിലെ അന്വേഷണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിവേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത്. കേസിൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡി ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയെയും മകൻ ശരൺ S കർത്തയെയും ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണയെ ചോദ്യം ചെയ്തത്. CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച തുകയുടെ കൃത്യമായ സ്രോതസ്സും അതിന്റെ നികുതി വിവരങ്ങളും വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. 9 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ ഈ രേഖകളെല്ലാം ഇഡി സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും വീണയുടെ മുന്നിൽ ഇഡി ഉദ്യോഗസ്ഥർ നിരത്തിയെന്നതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. നേരത്തെ ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളാണ് ഈ കേസിന് ആധാരമായത്. ഇതിന് പിന്നാലെയാണ് SFIOയും കേസിൽ വിശദമായ അന്വേഷണം നടത്തിയത്. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഡി കേസെടുക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച മാസപ്പടി വിവാദം പ്രതിപക്ഷ നേതാവിന്റെ മകളിലേക്ക് നേരിട്ടെത്തിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഇത് വഴി തുറക്കും. പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിനെതിരെയുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് LDF ആരോപിക്കുന്നത്. എന്നാൽ അഴിമതിക്കെതിരെയുള്ള കൃത്യമായ നടപടിയാണിതെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നുമാണ് BJPയും UDFും പറയുന്നത്. വീണയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിൽ ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തികളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വൻകിട സാമ്പത്തിക ഇടപാടുകൾ നടന്ന ബാങ്കുകളുടെ വിശദാംശങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയ എക്സാലോജിക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്ന തുകയുടെ വിനിയോഗം സംബന്ധിച്ച ചില സംശയങ്ങളും ഇഡിക്കുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ടായതായാണ് സൂചന. ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കൂടെ ചോദ്യം ചെയ്യലിന് ഇഡി ഓഫീസിലെത്തിയ വീണ എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ലഭിച്ചോ എന്ന കാര്യം വ്യക്തമല്ല.
ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന വീണയുടെ മുഖത്ത് കടുത്ത ഗൗരവമായിരുന്നു. മാധ്യമപ്രവർത്തകർ വളഞ്ഞുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവർ കാറിലേക്ക് കയറി വേഗത്തിൽ സ്ഥലത്തു നിന്നും പോവുകയായിരുന്നു. തുടർന്ന് റിയാസും മറ്റൊരു വാഹനത്തിൽ മടങ്ങി. സമൻസ് വീണ്ടും നൽകാത്ത സാഹചര്യത്തിൽ ED ഈ കേസിൽ അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണോ അതോ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുകയാണോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരും.